എല്ലാവർക്കും 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠഭാഗങ്ങളിലേക്ക് സ്വാഗതം. നമ്മളിത് പാർട്ട് 9 ആണ്, ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ. ഈ ഭാഗം നോക്കുന്നത് ഇലക്ട്രിക് കറണ്ടിൻ്റെ ലൈറ്റ്നിങ് ഇഫക്റ്റ് എന്നാൽ എന്ത്, പിന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് ഉപകരണങ്ങൾ. എന്താണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് ഇഫക്റ്റ് നമ്മൾ നോക്കി. ഇലക്ട്രിക് കറണ്ട് ഓർ ഇലക്ട്രിക് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു heat energy by using suitable arrangements or suitable technology. This fact is known as heating effect of electric current. In the same way, lightning effect of electric current എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എനർജിയെ അനുയോജ്യമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റ് എനർജിയാക്കി മാറ്റാൻ സാധിക്കും. ഇറ്റ് ഈസ് പോസിബിൾ ടു കൺവേർട്ട് electrical energy into light energy by using suitable technology or instruments. This fact is known as lightning effect of electric current. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലൈറ്റ്നിങ് ഇഫക്റ്റിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചില ഡിവൈസുകളുണ്ട്. നമ്മൾ ലൈറ്റ്നിങ് ഡിവൈസസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താ ലൈറ്റ്നിങ് ഡിവൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ലൈറ്റ് എനർജി. അക്കൂട്ടത്തിൽ ആദ്യത്തേതാണ് ഇൻകാൻഡസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പ്. എന്തുകൊണ്ടാണ് ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഇൻസ്ട്രുമെന്റിനെ ചോദിച്ചാൽ, ഈ ഇൻസ്ട്രുമെന്റിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്യൂ ടു ദ ഫിനോമിനൻ ഓഫ് ഇൻകാൻഡസെൻസ് എന്നാണ്. ഇൻകാൻഡസെൻസ് എന്ന് വെച്ചാൽ ചുട്ടുപഴുത്ത് ഒരു വസ്തു പ്രകാശം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഇൻകാൻഡസെൻസ്. അപ്പോൾ സിൻസ് ദിസ് ഡിവൈസ് പ്രൊഡ്യൂസസ് ലൈറ്റ് എനർജി ഔട്ട് ഓഫ് ഇൻകാൻഡസെൻസ്, ഇറ്റ് ഈസ് കോൾഡ് ഇൻകാൻഡസെന്റ് ലാമ്പ്. ഇനി ഈ ലാമ്പിൽ ഒരു ഫിലമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഫിലമെന്റ് ലാമ്പ് എന്ന് പറയാൻ കാരണം അതാണ്, ഫിലമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫിലമെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഇൻകാൻഡസെന്റ് ലാമ്പ്. ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ലൈറ്റ്നിങ് ഡിവൈസ്. അപ്പോൾ എന്താണ് ഇൻകാൻഡസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ലൈറ്റിംഗ് ഡിവൈസ്. ഇതിൻ്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണ്? ഇതിൻ്റെ മെയിൻ പാർട്സ് ഒന്ന്, എ ഗ്ലാസ് ബൾബ് in which inert gas or nitrogen is filled at a low pressure. About a glass bulb containing inert gas or nitrogen at low pressure ആണ് ഒരു ഭാഗം. രണ്ടാമത്തത് എ ഫിലമെന്റ് മെയ്ഡ് ഓഫ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ എന്ന മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫിലമെന്റ്. ടങ്സ്റ്റൺ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന റെസിസ്റ്റിവിറ്റിയുള്ള പ്യൂർ സബ്സ്റ്റൻസ് ആണ്. ഇതാണ് എൻ്റെ പാർട്സ് എന്നുള്ളത്. ഇത് നമുക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യും നോക്കാം. നമ്മളിതിനെ അനുയോജ്യമായ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്താൽ ഈ ഫിലമെൻറ്റിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ടങ്സ്റ്റൺ ഫിലമെൻറ്റിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഈ ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അത് ഏരിയ ക്രോസ് സെക്ഷൻ വളരെ കുറവാണ്. ആ ഏരിയ ക്രോസ് സെക്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് വളരെ വലുതായിരിക്കും. ഏരിയ ക്രോസ് സെക്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് ഹൈ റെസിസ്റ്റൻസ് ഉണ്ടാകും. ഈ ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഈ ഫിലമെൻറ്റിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ജൂൾസ് ഇഫക്റ്റ് കാരണം ധാരാളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇത് ചുട്ടുപഴുക്കും. റെഡ് ഹോട്ട് കണ്ടീഷനിലോട്ടെത്തും. ദെൻ അത് വൈറ്റ് ഹോട്ട് കണ്ടീഷനിലോട്ടെത്തും. അങ്ങനെ അത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇൻകാൻഡസെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് incandescent lamp അല്ലെങ്കിൽ filament lamp വർക്ക് ചെയ്യുന്നത്? when electrical energy is supplied to this lamp, a large amount of heat will be produced in its filament due to its high resistance. As a result, it turns to white hot condition from red hot condition and emits light. ഇങ്ങനെ അത് വർക്ക് ചെയ്യും. ഇനി ഈ ഫിലമെന്റ് ലാമ്പിൻ്റെ ഉൾവശം, അതായത് ഗ്ലാസ് ബൾബ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ബൾബിന് ഉൾവശത്ത് എന്തിനാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസ് നിറയ്ക്കുന്നത്? ഇനേർട്ട് ഗ്യാസ്. ഈ ഫിലമെൻ്റ്, ഈ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഒരു ഗ്യാസിൻ്റെ പ്രസൻസിൽ, നോർമലി എയറിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ വാക്വത്തിൻ്റെ പ്രസൻസിൽ പെട്ടെന്ന് തന്നെ ഉരുകി പൊട്ടിപ്പോവും, ഓക്സിഡൈസ്ഡ് ആവും. അപ്പോൾ ഫിലമെൻറ്റിന് ആയുസ് കുറവാണ്, അതുകൊണ്ട് ലാമ്പിനും ആയുസ് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓക്സിഡൈസിങ് റേറ്റ് കുറയ്ക്കാൻ, അതുവഴി അതിൻ്റെ ആയുസ് കൂട്ടാൻ ആണ് നമ്മളെന്ത് ഉപയോഗിക്കുക, നമ്മളെന്ത് ചെയ്യുന്നത്, ഈ ഗ്ലാസ് ബൾബിനുള്ള വശം ഇനേർട്ട് ഗ്യാസ് കൊണ്ട് മിക്സ് ചെയ്യുന്നത്, നിറയ്ക്കുന്നത്, അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ നൈട്രജൻ കൊണ്ട് നിറയ്ക്കുന്നത്. അപ്പോൾ വൈ ഇൻകാൻഡസെന്റ് ലാമ്പ് ഈസ് ഫിൽഡ് വിത്ത് ഇനേർട്ട് ഗ്യാസ്? ഇറ്റ് ഈസ് ടു റെഡ്യൂസ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഓർ റേറ്റ് ഓഫ് ഓക്സിഡേഷൻ ഓഫ് ദിസ് ഫിലമെന്റ് ആൻഡ് ഹെൻസ് ടു ഇൻക്രീസ് ഇറ്റ്സ് ലൈഫ് സ്പാൻ ഓർ ലോങ്ങിവിറ്റി.
ഇത് നമ്മൾ പറഞ്ഞു ഇനേർട്ട് ഗ്യാസ് ഓർ നൈട്രജൻ. അപ്പോൾ ഇനേർട്ട് ഗ്യാസിന് പകരം നമ്മൾ നൈട്രജൻ ഉപയോഗിക്കാറുണ്ട്. എന്താ അതിന് കാരണം? നൈട്രജൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാരണം നോർമൽ കണ്ടീഷനിൽ, നോർമൽ പ്രഷർ, നോർമൽ ടെമ്പറേച്ചറിൽ ഇനേർട്ട് ഗ്യാസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. കെമിക്കലി അത് ഓൾമോസ്റ്റ് ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇനേർട്ട് ഗ്യാസ് ഓഫർ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ സറൗണ്ടിങ് തന്നെ ആയിരിക്കും നൈട്രജൻ നിറച്ചാലും ഫിലമെൻറ്റിന് അത് ഓഫർ ചെയ്യുക. അപ്പോൾ ഇനേർട്ട് ഗ്യാസ് പോലെ ബിഹേവ് ചെയ്യും നൈട്രജൻ അറ്റ് നോർമൽ കണ്ടീഷൻസ്. സോ നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മൾ നൈട്രജൻ എന്തിന് പകരമായിട്ട് ഉപയോഗിക്കാം? ഇനേർട്ട് ഗ്യാസിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വൈ നൈട്രജൻ ഈസ് used in place of inert gas. At normal conditions, nitrogen behaves like an inert gas. ഇത് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം ഇനേർട്ട് ഗ്യാസിനെ അപേക്ഷിച്ച് നൈട്രജൻ്റെ പ്രസൻസ്, അതിൻ്റെ ലഭ്യത കൂടുതലാണ്. അപ്പോൾ നൈട്രജൻ നമുക്ക് ആവശ്യത്തിന് ലഭ്യമാണ്, അതുകൊണ്ട് നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഇനേർട്ട് ഗ്യാസിന് പകരമായിട്ട് നൈട്രജൻ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ഹീറ്റിംഗ് ഡിവൈസുകളെ കുറിച്ച് പറഞ്ഞു. ഹീറ്റിംഗ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ഹീറ്റ് എനർജിയാണ്. അതുപോലെ ലൈറ്റ്നിങ് ഡിവൈസ്, അവിടെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാനായിട്ട് നിക്രോം എന്ന അലോയ് ഉപയോഗിച്ചു. അതുപോലെ ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അത് ഫിലമെൻ്റ് ആണ്. ആ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്നത് മെറ്റീരിയൽ ടങ്സ്റ്റൺ ആണ്. എന്തുകൊണ്ടാണ് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത്? നിക്രോം ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പോലെ എന്തുകൊണ്ട് നൈട്രജൻ എന്തുകൊണ്ട് നമ്മൾ ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നു ഫിലമെൻ്റ് ഉണ്ടാക്കാൻ, ലാമ്പിലെ ഫിലമെൻ്റ് ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാരണം അതിൻ്റെ മെൽട്ടിംഗ് പോയിൻ്റ് ഹൈ ആണ്. ഹൈ മെൽട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, ഉയർന്ന മെൽട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, പെട്ടെന്നൊന്നും ഉരുകി പോകില്ല ഇത്, അതൊരു കാരണം. രണ്ടാമത്തത് ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി വളരെ ഹൈ ആണ്. അപ്പോൾ ഇഷ്ടംപോലെ ഹീറ്റ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഫോർ എ ഗിവൺ കറണ്ട്. അടുത്തത് ഇതിനെ വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ഹൈ ഡക്റ്റിലിറ്റി എന്ന്. ഇതിന് ഉയർന്ന ഡക്റ്റിലിറ്റി ഉണ്ട്, നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കും. ആ ഫിലമെൻ്റ് നമ്മൾ നോക്കിയാൽ അറിയാൻ കഴിയും, തലമുടി നാരിനേക്കാൾ കനം കുറവായിരിക്കും, അതിൻ്റെ തിക്നെസ് വളരെ കുറവ്, ക്രോസ് സെക്ഷൻ ഏരിയ വളരെ കുറവായിരിക്കും. അപ്പം നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കും. It can be drawn into very thin wires or it has high ductility. ഇനി ഒരു പ്രത്യേകത ഉള്ളത്, നിക്രോമിൻ്റെ കേസിൽ നമ്മൾ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്താൽ ആ ഹീറ്റ് എനർജി അത് ഇലക്ട്രിക് എനർജി സപ്ലൈ ചെയ്താൽ അത് ലഭിക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ ഭൂരിഭാഗത്തെയും എന്തായിട്ട് മാറ്റും? ഹീറ്റായിട്ട് മാറ്റും. ഇവിടെ നമ്മൾ ടങ്സ്റ്റണിലോട്ട് എന്ത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക്കൽ എനർജിയുടെ ഭൂരിഭാഗത്തെയും അത് ലൈറ്റായിട്ട് മാറ്റും, പ്രകാശമാക്കി മാറ്റും. അപ്പോൾ നിക്രോം ടങ്സ്റ്റണിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ടങ്സ്റ്റണിനെ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? What are the special characteristics of tungsten so that it can be used to make filaments in filament lamps? High melting point, high resistivity, high ductility, ability of tungsten to convert electrical energy supplied almost into light energy. So these are the special properties of tungsten. അപ്പോൾ നമ്മൾ പറയുന്നത് ഫിലമെൻ്റ് ലാമ്പ് എന്താണ്, അതിൻ്റെ മെയിൻ പാർട്സ് എന്താണ്, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഫിലമെൻ്റ് ലാമ്പിൽ ഇനേർട്ട് ഗ്യാസ് നിറയ്ക്കുന്നു, എന്തുകൊണ്ട് ഇനേർട്ട് ഗ്യാസിന് പകരം നൈട്രജൻ നിറയ്ക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ടങ്സ്റ്റണിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇനി സിംപ്ലസ്റ്റ് ഡിവൈസ്, അതുപോലെ തന്നെ സിമ്പിൾ ടെക്നോളജിക്കുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണിത് എങ്കിൽ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ 1% അത് ഹീറ്റായിട്ട് മാറ്റും. അപ്പോൾ എനർജി ലോസിന് കാരണമാവും. എനർജി ലോസ് ആണ്, വേസ്റ്റേജ് ഓഫ് എനർജിയാണ് ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഈ ഫിലമെൻ്റ് ലാമ്പിൻ്റെ ഫിലമെൻ്റ് പൊട്ടിപ്പോയി, ബ്രേക്ക് ചെയ്തു. നമ്മൾ ആ ഫിലമെൻറ്റിനെ ജോയിൻ ചെയ്ത ശേഷം വീണ്ടും ഉപയോഗിച്ചാൽ, വീണ്ടും അതിനെ വർക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ അളവിൽ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ടേണിങ് ഫ്രം ദിസ് ലാമ്പ്, അത് ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ എന്നാണ്. നോക്കൂ, ഇതാണ് നമ്മുടെ ഫിലമെൻ്റ് വന്നിരിക്കട്ടെ. ഫിലമെൻ്റ് ഇതാണ്. ഈ ഫിലമെൻ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഫിലമെൻറ്റിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽ നഷ്ടപ്പെടുകയാണ്.
അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ലെങ്ത് എന്ത് ചെയ്യും? ഇതിൻ്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യും. ലെങ്ത് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ്. റെസിസ്റ്റൻസ് വിൽ ഓൾസോ ഡിക്രീസ്. കാരണം എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റാലിക് വയർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്. അപ്പോൾ ലെങ്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഫോർ എ ഗിവൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, നമ്മൾ കൊടുക്കുന്ന 230 വോൾട്ട് ആണെങ്കിൽ ആ ഗിവൺ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻക്രീസ് ചെയ്യും. അതായത് പവർ ഓഫ് ദിസ് ഡിവൈസ് വിൽ ഇൻക്രീസ്. പവർ എന്താണ്? ഒരു സെക്കൻഡിൽ യൂണിറ്റ് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയുടെ അളവ് കൂടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകാശത്തിനളവ് എന്ത് ചെയ്യും? കൂടുകയാണ് സംഭവിക്കുക. പക്ഷെ പലപ്പോഴും ഈ ഇൻക്രീസ്ഡ് പവർ ആ ഡിവൈസിന് താങ്ങാൻ പറ്റുന്നതിലധികമായിരിക്കും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചിലപ്പോൾ അത് കേടായിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി വേറൊരു ചോദ്യം. അപ്പോൾ ഈ ബൾബിൻ്റെ ഈ ഗ്ലാസ്, ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഗ്ലാസ് ബൾബിൽ ചെറിയ പൊട്ടൽ വീണ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം, ഇതിനുള്ളിൽ ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നൈട്രജൻ ലോ പ്രഷറിൽ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ലോ പ്രഷറിൽ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള എയറിൻ്റെ പ്രഷറിനേക്കാൾ കുറവാണ് അകത്തെ പ്രഷർ. കൂടുതൽ ചെറിയ ദൂരം വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പുറമേ നിന്ന് നോർമൽ എയർ അകത്തോട്ട് കയറും. അപ്പോൾ അകത്തുള്ള ഇനേർട്ട് ഗ്യാസിൻ്റെ അളവ് കുറയും, അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് പുറത്തേക്ക് വരും. അപ്പോൾ ഇനേർട്ട് ഗ്യാസിൻ്റെ അളവ് കുറയുമ്പോൾ ഈ ഫിലമെൻറ്റിന് ചുറ്റുമുള്ള ഇനേർട്ട് അറ്റ്മോസ്ഫിയർ നഷ്ടമായിട്ട് ഒരു ആക്റ്റീവ് അറ്റ്മോസ്ഫിയർ വരികയും ആ ഫിലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ ടെൻഡൻസി കൂടും, ഓക്സിഡേഷൻ റേറ്റ് കൂടും. അത് പെട്ടെന്ന് ഉരുകിപ്പൊട്ടി ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ചെറിയൊരു ക്ലീവേജ് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയൊരു പൊട്ടൽ വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദ ഫിലമെൻറ്റ് വിൽ ഗെറ്റ് ഓക്സിഡൈസ്ഡ് സൂൺ, ആൻഡ് ആസ് എ റിസൾട്ട് the bulb will, or the instrument will, or the filament lamp will get damaged. ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഫിലമെന്റ് ഇൻകാൻഡസെന്റ് ലാമ്പിലെ ഫിലമെന്റ് ലാമ്പിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് ഫിലമെന്റ് ലാമ്പ്, എൻ്റെ പാർട്സ് ഏതൊക്കെയാണ്, വർക്കിംഗ് എങ്ങനെയാണ് സംഭവിക്കുക, അവിടെ ഇനേർട്ട് ഗ്യാസ് എന്തിനു ഉപയോഗിക്കുന്നുണ്ട്, ഇനേർട്ട് ഗ്യാസിന് പകരം നൈട്രജൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നൈട്രജൻ ഉപയോഗിക്കാൻ സഹായകരമായ നൈട്രജൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ദെൻ ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്, ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ദെൻ ആ ഫിലമെന്റ് ബ്രേക്ക് ചെയ്യുന്നുവെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ what will happen to the intensity of light obtaining from the lamp, or what will happen to its power, അതെന്താണ് സംഭവിക്കുക, പിന്നെ അതിൽ ചെറിയ പൊട്ടൽ വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഫിലമെന്റ് ലാമ്പിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ കഴിഞ്ഞ് ഇനിയുള്ളത് ഡിസ്ചാർജ് ലാമ്പാണ്. എന്താണ് ഡിസ്ചാർജ്? നമ്മൾ പറഞ്ഞു ഫിലമെന്റ് ലാമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ലോ എനർജി എഫിഷ്യൻസിയാണ്. ഇതിൽ ഊർജ നഷ്ടം കൂടുതൽ സംഭവിക്കുന്നു. പകുതിയിലധികം നമ്മൾ കൊടുക്കുന്ന എനർജിയുടെ പകുതിയിലധികം എനർജിയും ഹീറ്റായിട്ട് നഷ്ടപ്പെട്ടു പോകാറുണ്ട് പതിവ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്താണ് വഴി? അല്ലെങ്കിൽ അതിനേക്കാൾ ഈ ഇൻകാൻഡസെന്റ് ലാമ്പിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ലൈറ്റിംഗ് ഡിവൈസ് എന്താണ്? ആ ഡിവൈസിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ പേര് ഡിസ്ചാർജ് ലാമ്പ് എന്നാണ്. ഡിസ്ചാർജ് ലാമ്പ് എന്താണ്? ഡിസ്ചാർജ് ലാമ്പ്, ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ്. സാധാരണ ലിക്വിഡിലൂടെ അല്ലെങ്കിൽ ഗ്യാസ്, പ്രത്യേകിച്ച് ഗ്യാസിലൂടെയുള്ള ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ എ ഗ്യാസ് ഇസ് ജനറലി നോൺ ആസ് ഡിസ്ചാർജ്. അപ്പോൾ ഈ ഡിസ്ചാർജിലൂടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് ഡിസ്ചാർജ് ലാമ്പ് എന്ന് വിളിക്കുക. അപ്പോൾ വാട്ട് ഈസ് ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈറ്റിംഗ് ഡിവൈസ് വിച്ച് പ്രൊഡ്യൂസസ് ലൈറ്റ് ഔട്ട് ഓഫ് ഇലക്ട്രിക് ഡിസ്ചാർജ് ത്രൂ ഗ്യാസസ് അറ്റ് ലോ പ്രഷർ. ഇതിൻ്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണ്? ഒരു ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു ഗ്ലാസ് ട്യൂബാണ് ഫിൽഡ് വിത്ത് സ്യൂട്ടബിൾ ഗ്യാസ് അറ്റ് ലോ പ്രഷർ. താഴ്ന്ന മർദ്ദത്തിൽ അനുയോജ്യമായ വാതകം നിറച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ്. പിന്നെ ഇതിൻ്റെ രണ്ട് അഗ്രങ്ങളിലായിട്ട് രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ലാമ്പിൻ്റെ പാർട്സ്: a glass tube filled with suitable gas at low pressure, and two filaments, two heating coils or electrodes at the ends. ഇതാണ് എൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഇതിനെ നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്യും.
ഇതിനാവശ്യമായ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യും. നമ്മളതിന് കറണ്ട് പാസ് ചെയ്യുക അല്ലെങ്കിൽ അനുയോജ്യമായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുക. ആ കണ്ടീഷനുകൾ എത്തിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് അയണൈസ്ഡ് ആവും. ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് ചില ആറ്റങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചില മോളിക്യൂൾസിൽ നിന്ന് ഇലക്ട്രോൺസ് ലീവ് ചെയ്യപ്പെടുക. ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഹൈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇലക്ട്രോൺസിനെ ക്യാച്ച് ചെയ്യാം, പിടിച്ചെടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? മോളിക്യൂൾസ് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആയിട്ട് മാറും, ഇലക്ട്രോൺസ് ഫ്രീ ആവും. അപ്പം അങ്ങനെ വെൻ എ ഹൈ വോൾട്ടേജ് ഓർ when suitable potential difference is applied across the electrodes of discharge lamp, the gas inside it ionizes. അത് അയണൈസ്ഡ് ആവും. അയണൈസ്ഡ് ആവുമ്പോൾ ചാർജുള്ള ഈ പാർട്ടിക്കിൾസ്, അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് അവ മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ മൂവ്മെൻറ്റിനിടയിൽ ഈ പറഞ്ഞ ഇലക്ട്രോണുകളും അയോണുകളും ചാർജ് ഇല്ലാത്ത മറ്റ് അല്ലെങ്കിൽ അയണൈസ്ഡ് ആകാത്ത മറ്റ് മോളിക്യൂൾസുമായിട്ട് കൂട്ടിയിടിക്കും. ആ കൂട്ടിയിടിയുടെ ഫലമായിട്ട് ലൈറ്റ് എനർജി പിടിക്കുക. കൂട്ടിയിടിയിൽ എനർജി റിലീസ് ചെയ്യപ്പെടും. ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കൈനറ്റിക് എനർജി അത് ആക്സിലറേറ്റ് കിട്ടുന്നതാണ്. ആ എനർജി എന്ത് ചെയ്യുന്നതാണ്? റിലീസ് ചെയ്യപ്പെടും ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ഇങ്ങനെയാണ് ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ ഡിസ്ചാർജ് ലാമ്പ് വർക്ക്സ്? വെൻ suitable potential difference is applied across the electrodes of a discharge lamp, the gas molecules inside it ionizes. The ions, electrons, thus produced, moves in the glass tube and collides with each other. Each other means with the unionized particles or gas molecules inside it. As a result of these collisions, energy will be released in the form of light. In this way, discharge lamp produces light. ഇതിനുള്ളിൽ വർക്കിംഗ് നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതിയാവും. ഇതിനുള്ളിൽ വേറൊരു കാര്യം, എക്സൈറ്റേഷൻ എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ വർക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എക്സൈറ്റേഷൻ, ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂള് സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞ ഊർജ നിലയിൽ തനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന പല ഊർജ നിലകളിൽ, എനർജി വാല്യൂസിൽ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിൽ ഇത് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്ത് അയണൈസ്ഡ് ആവുമ്പോൾ ആ മോളിക്യൂൾസ് അയോൺസ് ആയിട്ട് മാറുന്നു, ഇലക്ട്രോൺസ് റിലീസ് ചെയ്യപ്പെടുന്നു. ഇവയ്ക്കെല്ലാം ഉയർന്ന ഊർജ്ജം ഉണ്ടാവും, എക്സൈറ്റഡ് സ്റ്റേറ്റ്സിലോട്ട് പോകും എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു സിസ്റ്റത്തിന് തൻ്റെ എനർജി ഏറ്റവും കുറച്ച് നിർത്താനാണ് താല്പര്യം. അപ്പോൾ എന്ത് സംഭവിക്കും? ഏതെങ്കിലും വഴിയിൽ തനിക്ക് അധികമായി കിട്ടിയ ഊർജം കളയാൻ ശ്രമിക്കും. അതാണ് ഇവിടെ ആ അയണൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, അയോൺസ് എന്ന് പറയുന്നത്, ഇലക്ട്രോണുകൾ, അവയ്ക്ക് കിട്ടിയ ഊർജം കൊളീഷൻസിലൂടെ എന്ത് ചെയ്യും? അവ പുറന്തള്ളാൻ ശ്രമിക്കും. ആ പുറന്തള്ളലിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അയണൈസേഷൻ, എക്സൈറ്റേഷൻ, റിലീസ് ഓഫ് എന്ന കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അയണൈസ്ഡ് ആകുമ്പോൾ എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് ലെവലിലുള്ള മോളിക്യൂൾസ് എക്സൈറ്റഡ് ലെവൽസിലോട്ട് പോകുന്നു. ആ എക്സൈറ്റഡ് ലെവൽസിലുള്ള പാർട്ടിക്കിൾസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട്, ലോവർ എനർജി സ്റ്റേറ്റ്സിലോട്ട് വരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനർജി റിലീസ് സംഭവിക്കുന്നത്. ഇത് അഡീഷണൽ പോയിൻ്റാണ്, നമ്മളത് മനസ്സിലാക്കി വെച്ചിരുന്നതാണ്. വർക്കിംഗ് നേരത്തെ പറഞ്ഞ കണക്ക് മനസ്സിലാക്കുക. ഇനി ഡിസ്ചാർജ് ലാമ്പിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇതിനകത്ത് ഗ്യാസ്, സ്യൂട്ടബിൾ ഗ്യാസ് അറ്റ് ലോ പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഗ്യാസിൻ്റെ നേച്ചറാണ് ഏത് ലൈറ്റ്, ഏത് കളറിലുള്ള ലൈറ്റ് പുറത്തേക്ക് വരണം എന്ന് നിശ്ചയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിതിനകത്ത് സോഡിയം വേപ്പറാണ് നിറയ്ക്കുന്നതെങ്കിൽ നമുക്കിതിന് കിട്ടുന്ന ലൈറ്റ് യെല്ലോ ലൈറ്റ് ആയിരിക്കും. പിന്നെ മെർക്കുറി വേപ്പറാണെങ്കിൽ വൈറ്റ് ലൈറ്റ് കിട്ടും, ക്ലോറിൻ ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് കിട്ടും. അപ്പം ഇങ്ങനെ the speciality of discharge lamp is that the nature or color of light obtaining from discharge lamp depends upon nature of gas inside it. ഇതാണ് ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. എന്താ ഡിസ്ചാർജ് ലാമ്പ്, അതിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണ്, പിന്നെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ നേച്ചർ, ലൈറ്റിൻ്റെ കളർ, വേവ് ലെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ ഡിസ്ചാർജ് ലാമ്പിൻ്റെ കുറച്ചുകൂടെ പരിഷ്കരിച്ചൊരു പതിപ്പാണ് ഫ്ലൂറസൻ ലാമ്പ്. ഫ്ലൂറസൻ ലാമ്പ് എന്താണ്? ഫ്ലൂറസൻ ലാമ്പ് നമുക്ക് നോക്കാം. എന്താണ് ഫ്ലൂറസൻ ലാമ്പ്? ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു.
the modernized form of discharge lamp is called fluorescent lamp. ഇതിൻ്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണ്? ഫ്ലൂറസെന്റ് ലാമ്പിൻ്റെയും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ട്യൂബാണ്. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇന്നർ സർഫസിൽ ഉൾവശത്ത് ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് പുരട്ടിയിട്ടുണ്ടാവും. ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ്. അപ്പോൾ മെയിൻ പാർട്ട് ആദ്യത്തേത് എ ഫ്ലൂറസെന്റ് ട്യൂബ്, എ ട്യൂബ് in which fluorescent substance is coated in the inner surface. അതാണ് ഫ്ലൂറസെന്റ് ട്യൂബ്. പിന്നെയുള്ള രണ്ട് ഹീറ്റിംഗ് കോയിലുകളാണ്. രണ്ട് ഹീറ്റിംഗ് കോയിൽസ്, ഇലക്ട്രോഡ്സ് എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽസ് എന്ന് വേണമെങ്കിലും പറയാം. ഈ ഹീറ്റിംഗ് കോയിലിൻ്റെ പ്രത്യേകത, ഈ ഹീറ്റിംഗ് കോയിൽ മോളിബ്ഡിനം എന്ന മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല തോറിയം ഓക്സൈഡ് എന്ന മെറ്റീരിയൽ ഈ ഫിലമെൻറ്റിന് പുറത്ത് അല്ലെങ്കിൽ ഈ ഇലക്ട്രോഡിന് പുറത്ത് അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലിന് പുറത്ത് പുരട്ടിയിട്ടുണ്ടാവും. എന്തിനാണ് ഈ പറഞ്ഞ തോറിയം ഓക്സൈഡ് പൂശിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ടു ഇൻക്രീസ് ദ എബിലിറ്റി ഓഫ് ഹീറ്റിംഗ് കോയിൽ ടു എമിറ്റ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ എമിഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനാണ് നമ്മളൊരു തോറിയം ഓക്സൈഡ് എന്ന മെറ്റീരിയൽ കോട്ട് ചെയ്യുന്നത്. ഇനി ഇതിനുള്ളിൽ മെർക്കുറി ഉണ്ടാവും. ഫിലമെൻ്റ് ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് പൂശിയിട്ടുണ്ടാവും എന്ന് മാത്രമല്ല, ഇതിനുള്ളിൽ മെർക്കുറിയും ഉണ്ടാവുന്നതാണ്. മെർക്കുറി, ചെറിയ അളവിൽ മെർക്കുറി ഉണ്ടാവും. സാധാരണ മെർക്കുറി ലിക്വിഡ് ഫോമിലായിരിക്കും. ലാമ്പ് വർക്ക് ചെയ്യുമ്പോൾ അത് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറി ഇതിനുള്ളിൽ ഫില്ല് ചെയ്യപ്പെടും. അപ്പോൾ മെയിൻ പാർട്സ് ഏതൊക്കെയാണ്? എ ഫ്ലൂറസെന്റ് ട്യൂബ് ഇൻ വിച്ച് മെർക്കുറി ഈസ് പ്രസന്റ്, 2 ഹീറ്റിംഗ് കോയിൽസ് മെയ്ഡ് ഓഫ് മോളിബ്ഡിനം ഇൻ വിച്ച് തോറിയം ഓക്സൈഡ് ഈസ് പേസ്റ്റഡ്. ഇതാണ് എൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ അനുയോജ്യമായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ സപ്ലൈ ചെയ്യുമ്പോൾ ഹീറ്റിംഗ് കോയിൽസ് വിൽ ഗെറ്റ് ഹീറ്റഡ്. അത് ചൂടായിട്ട് അത് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ് ഫ്രം ദീസ് ഹീറ്റിംഗ് കോയിൽസ്. These electrons will collide with the mercury atoms present inside the lamp. ഈ ലാമ്പിനുള്ളിൽ നിറച്ചിരിക്കുന്ന മെർക്കുറി ആറ്റംസുമായിട്ട് ഇത് കൊളൈഡ് ചെയ്യുമ്പോൾ കൊളീഷൻസിൽ എനർജി റിലീസ് ചെയ്യുക നമ്മൾ തൊട്ട് മുമ്പ് മനസ്സിലാക്കി. ഇവിടെയും എനർജി റിലീസ് ചെയ്യപ്പെടും. ഇവിടെ എനർജി റിലീസ് ചെയ്യപ്പെടുന്നത് അൾട്രാ വയലറ്റ് ലൈറ്റിൻ്റെ ഫോമിൽ എനർജി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. Ultraviolet light is an invisible electromagnetic ray. നമ്മുടെ കണ്ണുകൾക്ക് ആ അൾട്രാവയലറ്റ് ലൈറ്റിനെ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പലതുണ്ട്. ഗാമ റേസ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, അൾട്രാവയലറ്റ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്. ഈ വിസിബിൾ ലൈറ്റിനെ മാത്രമേ നമ്മുടെ കണ്ണുകൾക്ക് തിരിച്ചറിയാനുള്ള ശേഷിയുള്ളൂ. ബാക്കിയുള്ളവയെ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇൻഫ്രാറെഡ് റേസിൻ്റെ പ്രസൻസ് നമുക്ക് ടെമ്പറേച്ചർ ഉണ്ടാകുന്ന വർധന വഴി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് നമ്മുടെ ഈ ടോപ്പിക്കിനകത്ത് അപ്പോൾ അതല്ല. അപ്പോൾ അൾട്രാ വയലറ്റ് ലൈറ്റിൻ്റെ ഫോമിലാണ് പുറപ്പെടുവിക്കുക, എനർജി റിലീസ് സംഭവിക്കുക എന്നാണ്. ഇത് ഇൻവിസിബിളാണ്. ഹൈ എനർജിയുള്ള റേഡിയേഷനാണ്. മറ്റ് റേഡിയേഷൻസൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനർജി ചിലപ്പോൾ കൂടുതലാണ്. ഈ റേഡിയേഷൻസിനെ ഈ ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്തിട്ട് ആ ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് എനർജി കുറഞ്ഞ വിസിബിൾ ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ലാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റ് എന്തായിരിക്കും? വിസിബിൾ ലൈറ്റ്. ഇങ്ങനെയാണ് ഒരു ഫ്ലൂറസെന്റ് ലാമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്കിംഗ് ഓഫ് ഫ്ലൂറസെന്റ് ലാമ്പ്, whereas suitable potential difference is applied, or when electric lamp is supplied to fluorescent lamp, the heating coils in it gets heated up, emits electrons. These electrons will collide with the mercury atoms present inside it. As a result, the invisible ultraviolet radiations will be produced. These ultraviolet radiations are absorbed by fluorescent substance inside the lamp and it emits വിസിബിൾ ലൈറ്റ്. ഇങ്ങനെയാണ് ഒരു ഫ്ലൂറസെന്റ് ലാമ്പ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓവർ ഇൻകാൻഡസെന്റ് ലാമ്പ് എന്തൊക്കെയാണ്? ഇതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലൈഫ് സ്പാൻ ഒരു ഫിലമെന്റ് ലാമ്പിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ഏതാണ്ട് 5 ഇരട്ടിയോളം ലൈഫ് സ്പാൻ ഒരു ഫിലമെന്റ് ലാമ്പിനെ അപേക്ഷിച്ച് ഫ്ലൂറസെന്റ് ലാമ്പിന് ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തത്
നിഴൽ കാരണമുള്ള ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ടാവില്ല. ഫ്ലൂറസൻ ഒരു ഫിലമെന്റ് ലാമ്പിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ആ ലൈറ്റ് വീഴുന്ന ഇടത്ത് അല്ലെങ്കിൽ ചുവരിൽ ഒക്കെ നമുക്ക് ആ ഫിലമെന്റിന്റെ നിഴല് ദൃശ്യമാവും. അത്ര ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാവില്ല. കാരണം ഇവിടെ ഇതിനകത്തുള്ള ഓരോ മെർക്കുറി ആറ്റവും അല്ലെങ്കിൽ മെർക്കുറി ആറ്റംസും ഇലക്ട്രോൺസും തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന ഓരോ പോയിന്റിൽ നിന്നുമാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പല പോയിന്റുകളിൽ നിന്ന് ലൈറ്റ് വരികയാണ്. അപ്പോൾ നിഴലുണ്ടാവില്ല. കാരണം നിഴൽ ഉണ്ടാകുന്ന ഇടത്ത് ലൈറ്റ് വീണ് ആ നിഴൽ നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയത്ത് ഫിലമെന്റ് ലാമ്പിലാണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് ഫിലമെന്റിൽ നിന്ന് മാത്രമാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ലൈഫ് സ്പാൻ ഈസ് ഹൈ, അതിനാൽ ഇറ്റ് ഹാസ് ലോങ്ങർ ലൈഫ് സ്പാൻ, ലോങ്ങിവിറ്റി കുറച്ച് കൂടുതലാണ്. അടുത്തത് ഈ ഫ്ലൂറസൻ ലാമ്പിൽ നിന്ന് രണ്ടാമതൊരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു, എന്താണ്? ഷാഡോ, പ്രോബ്ലംസ് ഡ്യൂ ടു ഷാഡോ ഈസ് ആബ്സെന്റ്. അടുത്തൊരു പ്രത്യേകത, ഒരേ പവറുള്ള ഫിലമെന്റ് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, അതിൽ ഫിലമെന്റ് ലാമ്പിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ ലൈറ്റ് ലഭ്യമാവുക. അപ്പോൾ ഫ്ലൂറസൻ ലാമ്പ് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് മോർ ലൈറ്റ് ദാൻ എ ഫിലമെന്റ് ലാമ്പ് ഹാവിംഗ് ദ സെയിം പവർ. അപ്പോൾ സെയിം പവറുള്ള ഒരു ഫിലമെന്റ് ലാമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനർജി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ എൻ്റെ അർത്ഥം എന്താണ്? എനർജി ലോസ് അത് കുറവാണ്. അപ്പോൾ ഇത്രയുമാണ് ഒരു ഫ്ലൂറസൻ ലാമ്പിന് പിന്നെ ഇൻകാൻഡസൻ ലാമ്പിനെ അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിനെ അപേക്ഷിച്ച് ഉള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇനി അടുത്തൊരു പോയിന്റ് ഉള്ളത്, നമ്മൾ ഇത്രയും അഡ്വാൻറ്റേജസ് പറഞ്ഞു എങ്കിലും ഇതിനും ചില ഡ്രോബാക്സ് ഉണ്ട്, ഡീമെറിറ്റ്സ് ഉണ്ട്. ഒന്ന് ഇതിൻ്റെ സൈസാണ്. അപ്പോൾ ലാർജ് സൈസ് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒരു ചെറിയ അസൗകര്യമെങ്കിലും സൃഷ്ടിക്കത്തക്ക വണ്ണം സൈസ് ഇതിന് കൂടുതലാണ്. അപ്പോൾ ലാർജ് സൈസ് ഒരു ഡീമെറിറ്റാണ്. പിന്നൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്, ഈ ഫിലമെന്റ് ലാമ്പിനെ ഫിലമെന്റ് ലാമ്പിനെ നമ്മൾ സാധാരണ ഒരു ഹോൾഡറിലാണ് ഹോൾഡറിൽ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അത്തരം ഒരു ഹോൾഡർ കൊണ്ട് ഹോൾഡറിൽ ഫ്ലൂറസൻ ലാമ്പ് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഹോൾഡറുകളാണ്. അപ്പോൾ ഫ്ലൂറസൻ ലാമ്പ്സ് കനോട്ട് ബി കണക്റ്റഡ് ഇൻ ഓർഡിനറി ഹോൾഡേഴ്സ്. അത് ഒരു ഡ്രോബാക്കാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്ക്. അപ്പോൾ എന്താണ് ഫ്ലൂറസൻ ലാമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ? ഫ്ലൂറസൻ ലാമ്പിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, മോഡേണൈസ്ഡ് ഫോം ഓഫ് ഡിസ്ചാർജ് ലാമ്പാണ്. അതിൻ്റെ പാർട്സ് പറഞ്ഞു, വർക്കിംഗ് പറഞ്ഞു. പിന്നെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഫ്ലൂറസൻ ലാമ്പിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇനി ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഫിലമെന്റ് ലാമ്പ്, ഈ ഫ്ലൂറസൻ ലാമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് വിസിബിൾ ലൈറ്റ് ആണോ അതോ ഇൻവിസിബിൾ ആയിട്ടുള്ള ലൈറ്റ് ആണോ? പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലൈറ്റ്, പൊല്യൂഷൻ്റെ ഫലമായിട്ട് ലാമ്പിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലൈറ്റ് ഇൻവിസിബിൾ ആണ്, അൾട്രാവയലറ്റ് ആണ്. പക്ഷെ അത് നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന ലൈറ്റ് വിസിബിൾ ലൈറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ പിന്നെ നമ്മൾ പൂശിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലൂറസൻ സബ്സ്റ്റൻസിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ ഡ്യൂട്ടി എന്താണ്? ദ പർപ്പസ് ഓർ ഡ്യൂട്ടി ഓർ ദ യൂസ് ഓഫ് ഫ്ലൂറസൻ സബ്സ്റ്റൻസ് ഇൻ ഫ്ലൂറസൻ ലാമ്പ്, അതെന്താണ്? The purpose of fluorescent substance is to convert invisible ultraviolet light into visible light. അതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ട്. what is the use of why heating coils are pasted with thorium oxide? It is to increase its electron emitting capacity. ഇതൊക്കെയാണ്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ നോക്കിയ കാര്യങ്ങൾ ഇൻകാൻഡസൻ ലാമ്പ് ഓർ ഫിലമെന്റ് ലാമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞു, ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ച് പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു? ഫ്ലൂറസൻ ലാമ്പിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടുന്നത് ഒന്ന് രണ്ട് ചെറിയ ലാമ്പുകളെ കുറിച്ച് നോക്കാറുണ്ട്. ഒന്ന് ആർക്ക് ലാമ്പ്, പിന്നെ ഒരെണ്ണം LED ലാമ്പ്. ഇത്രയും കാര്യം നോക്കണം. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിയുകയാണ്. അപ്പോൾ അടുത്തൊരു പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും.